ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 24 അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം അപ്ലൈ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ജൂൺ 24 മുതൽ ജൂലൈ 24 വരെ ആയിരുന്നു എൻ്റെ സമയം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സമയത്തേക്ക് വെക്കാതെ നിങ്ങൾ എല്ലാവരും എക്സാം വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സെപ്റ്റംബർ ലാസ്റ്റ് ആവാനാണ് ചാൻസ്. സെപ്റ്റംബർ ലാസ്റ്റ് ടു ഒക്ടോബർ സ്റ്റാർട്ടിങ്, അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ എത്ര ദിവസമുണ്ട് നമുക്ക്? ഏകദേശം 10, ഒരു 40, ഒരു 50, 50 to 55 ഡേയ്സേ നമുക്കുള്ളൂ എന്ന് വിചാരിക്കുക. ഏകദേശം ഒരു 50 ഡേയ്സ് അല്ലെങ്കിൽ 55 ഡേയ്സ് നമ്മുടെ മുന്നിലുള്ളൂ. മാക്സിമം 60 ഡേയ്സ്. ഓക്കെ, നമുക്ക് 60 കൊടുക്കാം, കുഴപ്പമില്ല. ഒക്ടോബർ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമുക്ക് 60. ഓക്കെ, 60 ഡേയ്സ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 60 ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താൽ, ഇപ്പോൾ പല ലെവലിലുള്ള ആൾക്കാർ കാണും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കിട്ടാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള, ഒരിക്കലും ജോലി കിട്ടാനുള്ള ചാൻസസ് എന്ന് ഞാൻ പറയില്ല. ഒരിക്കലും 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തുടക്കക്കാരായ ഒരാൾക്ക് വളരെയധികം പ്രയാസമാണ്. പക്ഷേ നിങ്ങൾ CGL 2023 മുതൽ ഞാൻ സ്ട്രാറ്റജി വീഡിയോ ചെയ്യുന്നു. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കറക്റ്റായിട്ട് ഇതുവരെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ 60 ദിവസത്തെ ഈ കാര്യം കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അവസാന സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം, നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, കുറച്ച് വർക്ക് ചെയ്തവരായിക്കോട്ടെ, അത്യാവശ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്നവരായിക്കോട്ടെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ബിഗിനേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇത് കാണേണ്ട ആവശ്യം. അപ്പോൾ നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്ന ഒരു കാര്യമായി ഈ ഒരു CGL 2024 എക്സാം മാറ്റണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മളുടെ ഇത് CGL കോഴ്സാണ്. നിങ്ങൾക്ക് ഏറ്റവും സ്ട്രക്ചേർഡ് വേയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സെറ്റായിട്ട് കുറച്ച് ദിവസം കൊണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോഴ്സാണ്. വേറെ ഏത് ക്ലാസ്സിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി CGL കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൗണ്ടേഷനും പിന്നെ CGL ബാച്ചും പിന്നെ പ്രോ ലെവൽ ബാച്ചും, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, ഇത് ചെയ്യാം. അല്ലാതെ എല്ലാവരും എടുക്കണമെന്നല്ല. ബാക്കി ഒരുപാട് സോഴ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്ട്രാറ്റജിയിലും ബുക്കുകളുടെ കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. ഇന്നും ഞാൻ എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് മാൻഡേറ്ററി ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഡെമോ ക്ലാസ്സിലൊക്കെ കണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് കൊല്ലം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ CGL വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം 17,727 അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 17,000 പ്ലസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ നമുക്ക് 8,000 സംതിങ് ആയിരുന്നു. CGL 2023 8,000 സംതിങ് ആയിരുന്നു വേക്കൻസി. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ URന്റെ കട്ട് ഓഫ് 150 ആയിരുന്നു പ്രിലിംസിൽ, ക്വാളിഫൈങ് മാർക്ക്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഒന്ന് ഇപ്പോൾ പുതുതായിട്ടുള്ളവർ കാണുമല്ലോ. അപ്പം നമ്മളെ ഈ എക്സാം അപ്ലൈ ചെയ്യാനുള്ള സമയം വരുമ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യും, പുതുതായിട്ട് വരുന്നവർ കാണും. അപ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് അറിഞ്ഞ് വരുന്നവർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ ജസ്റ്റ് ആ എക്സാമിൻ്റെ പാറ്റേണൊക്കെ പഴയ വീഡിയോ ഒക്കെ തപ്പിയെടുക്കാൻ പ്രയാസമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഞാനൊന്ന് പറയാം. അപ്പോൾ URന് 150 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്. അപ്പോൾ 8,000 സംതിങ് ആയിരുന്നു വേക്കൻസി. അപ്പോൾ ഇപ്രാവശ്യം വേക്കൻസി കൂടുതലുകൊണ്ട് URന്റെ 150 എന്നുള്ളത് അതിൽ കുറയും, എന്തായാലും കുറയും. ഏകദേശം ഒരു 135 to 150 ഇടയ്ക്കായിരിക്കും. 140, 145 അതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ കട്ട് ഓഫ്. അല്ലെങ്കിൽ 130 റോ സ്കോർ ആണ്. റോ സ്കോർ നിങ്ങൾക്ക് അതിൽ കുറച്ച് വാങ്ങിയാൽ മതി. ഓക്കെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മാക്സിമത്തിന് പഠിക്കണം. അപ്പം ഞാൻ അതിൻ്റെ പാറ്റേൺ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പറയാം. എഴുതുന്നതൊന്നുമില്ല. 2 tier ഉണ്ട്. ഫസ്റ്റ് tier 1 എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ആണ്. പ്രിലിംസിന് നിങ്ങൾക്ക് 200 മാർക്കാണുള്ളത്. ഞാൻ എഴുതുന്നതൊന്നുമില്ല, ജസ്റ്റ് പറയുവാണ്. പുതുതായിട്ട് വന്ന ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, അപ്പം കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് അറിയാത്തവർ, അവരുടെയൊക്കെ കുറേ ഡൗട്ടുകളും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, അത് ഞാനിപ്പോൾ തന്നെ ഇതിൽ തന്നെ അങ്ങ് തീർക്കാം. അപ്പോൾ അത് ഞാൻ അവസാനം പറയാം. ഇപ്പം നമുക്ക് ഈ എക്സാമിൻ്റെ കാര്യം പറയാം. ഇപ്പം tier 1 എന്ന് പറയുമ്പോൾ 200 മാർക്കിന് ഇംഗ്ലീഷ്, മാത്സ്, GK, റീസണിങ് 4 സബ്ജക്റ്റാണ് ഉള്ളത്. എല്ലാം 25 ക്വസ്റ്റ്യൻ വെച്ച്, ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് വെച്ച്, അങ്ങനെ 50 വെച്ച് 200 മാർക്ക്. അതിൽ 1 മണിക്കൂറാണ് സമയം. അപ്പോൾ പറയുമ്പോൾ ഈസി ആയിരിക്കും. 1 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് പ്രാക്ടീസ് ഇല്ലാതെ, കാര്യങ്ങൾ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പോയിട്ട് വേറൊരു വഴി നടക്കത്തില്ല. അപ്പോൾ അതിന് നല്ല പ്രാക്ടീസ് വേണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടീസിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് 100 മിനിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിലാണ് 150 കഴിഞ്ഞ വട്ടം എന്ത് ചെയ്ത് കട്ട് ഓഫ് പോയത്. അത് നോർമലൈസ്ഡ് സ്കോറാണ് എന്ന് പറഞ്ഞാൽ പല ഷിഫ്റ്റായിട്ടായിരിക്കും നടത്തുന്നത്. അപ്പോൾ അതിലെ ഹാർഡ്നെസ് കൂടുതലുള്ളതും ഹാർഡ്നെസ് കുറവുള്ളതൊക്കെ ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എന്ത് ചെയ്യും, അവർ ആ ഒരു ഹാർഡ്നെസ്സിൻ്റെയൊക്കെ ബേസിസിൽ അവർ നോർമലൈസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ മാർക്ക് കൂടാം, റെയർ കേസസിൽ മാർക്ക് കുറയുകയും ചെയ്യാം.
അപ്പം അങ്ങനെ മാർക്ക് കൂടിയതിനൊക്കെ ശേഷമുള്ള മാർക്കാണ് ഈ 150. അപ്പോൾ ഈ 150 വാങ്ങിയ ഒരാൾക്ക് ചിലപ്പോൾ റോ സ്കോർ 140 കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റോ സ്കോർ അത് കുറച്ചായാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു 4 സബ്ജക്റ്റാണുള്ളത്. ഇനി മെയിൻസിലോട്ട് വരുമ്പോൾ എന്താ, നിങ്ങൾ മെയിൻസിൻ്റെ കാര്യം അറിയണം. കാര്യം മെയിൻസും പ്രിലിംസും എന്താണ്, സെയിം സബ്ജക്റ്റാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ 2020 2021 വരെ ആയിരുന്നു പ്രിലിംസിനും മെയിൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. അതായത് മെയിൻസിന് മാത്സും ഇംഗ്ലീഷും മാത്രമേ ഉള്ളായിരുന്നു, ജി കെ റീസണിങ്ങും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രിലിംസിനും മെയിൻസിനും എന്തുണ്ട്, ജി കെയും റീസണിങ്ങും ഉണ്ട്, മാത്സും ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷിന് കൂടുതൽ എന്ത് കൊടുക്കുന്നു, നമ്പർ ഓഫ് വെയിറ്റേജ് കൊടുക്കുന്നു. അതായത് 45 ക്വസ്റ്റ്യൻ. ഇപ്പോൾ മെയിൻസിൻ്റെ കേസ് വരുമ്പോഴും 30 ക്വസ്റ്റ്യൻ മാത്സ്, 30 ക്വസ്റ്റ്യൻ റീസണിങ്, അങ്ങനെ 60 ക്വസ്റ്റ്യൻ ഒരു സെക്ഷനാണ്. ആ 60 ക്വസ്റ്റ്യൻ 60 മിനിറ്റ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം CGL മാത്സിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവർക്ക് റാങ്ക് നല്ല പുറകെ പോയി. 30 വാങ്ങിയ ആൾക്കാരും 30-20 വാങ്ങിയ ആൾക്കാരും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായി മാത്സിന്. പക്ഷെ അത് മാത്സിന് മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ റീസണിങ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ജി കെയും നമ്മുടെ ഇംഗ്ലീഷുമാണ്. അതിന് 1 മണിക്കൂർ തന്നെ, സമയം ഒരു പ്രശ്നമല്ല. ഇംഗ്ലീഷ്, ജി കെയും മാത്സ് അല്ല, ജി കെ ഇംഗ്ലീഷ് 45 ക്വസ്റ്റിനും ജി കെ 25 ക്വസ്റ്റിനും, അങ്ങനെ ടോട്ടൽ 70 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്. ഇവിടെ ഇംഗ്ലീഷിൻ്റെ ഇത് കണ്ടോ, 45 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് നഷ്ടപ്പെടും. ഇംഗ്ലീഷും ജി കെ അങ്ങനത്തുള്ള സബ്ജക്റ്റാണ്. മാത്സ് അങ്ങനെയല്ല. മാത്സ് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാം, കറക്കി കുത്താൻ അത്രയും കറക്കുത്യം ഉറപ്പിച്ച് പോകുന്നവർക്ക് മാത്രമേ എന്താകത്തുള്ളൂ, മാത്സ് അങ്ങനെ തെറ്റത്തുള്ളൂ. പക്ഷേ ജി കെ ഇംഗ്ലീഷും അങ്ങനെയല്ല, നല്ല രീതിയിൽ തെറ്റ് വരുന്ന സംഭവമാണ്. അതുകൊണ്ട് മെയിൻസ് സൂക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു, 45 വാങ്ങാൻ പറ്റുന്ന ഇംഗ്ലീഷ് ആയിരുന്നു വന്നത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ജി കെ പിന്നെ എപ്പോഴും ഒരേ ലെവലിലാണ് വരുന്നത്, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ 45-25 അങ്ങനെ 3 മാർക്ക് വെച്ച് 1 മാർക്കാണ് നെഗറ്റീവ്, അത് വളരെ സൂക്ഷിക്കണം. അങ്ങനെ 210 മാർക്ക് ഇവിടെ 60 ക്വസ്റ്റ്യൻ 150 മാർക്ക് ടോട്ടൽ, 180 ഇവിടെ, 210 180, 390 എന്ത് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ്. ഇത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ CGL സമയത്തൊക്കെ മൊത്തം കൂടെ കൂട്ടുമായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നൊരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അതൊന്നും ഇല്ല, അത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അതിൽ കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതൊന്നുമില്ല. ഈ 390 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 390 നിങ്ങൾ ഏകദേശം ഒരു 330 to 340 ആ ഒരു റേഞ്ചിൽ. ഞാൻ പറയുമ്പോൾ ഇത് ഭയങ്കര കൂടുതലായിട്ട് തോന്നും, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ലെവലിൽ നിങ്ങളൊരു 350 തന്നെ ടാർഗറ്റ് ചെയ്ത് പഠിച്ചോ, ഒരു പ്രശ്നമില്ല. ടാർഗറ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പോൾ 330 ഒരു റേഞ്ചിൽ പഠിക്കാനുള്ള രീതിയിൽ, ഇപ്പോൾ നിങ്ങൾ വലിയ ടാർഗറ്റ് ആണെന്നൊന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. ആ ഒരു ലെവൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ജോലി കിട്ടും. അങ്ങനെ ഒരു ഇതിൽ എന്ത് ചെയ്യുക, പഠിച്ചോളാം. മാക്സിമം മാർക്ക് വാങ്ങുക. ഇപ്പോൾ കേരളത്തിലൊക്കെ ജോലി കിട്ടിക്കോളൂ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു എക്സാമിൻ്റെ സ്ട്രക്ചർ. ഇതിനകത്ത് പിന്നെ കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടർ ക്വാളിഫയിങ് ആണ്, പറയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ക്വാളിഫയിങ് ആണ്. കമ്പ്യൂട്ടർ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പഠിക്കാനുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ ടൈപ്പിംഗ് ഉണ്ട്. ടൈപ്പിങ്ങും ക്വാളിഫയിങ് ആണ്. രണ്ടും ക്വാളിഫൈ ആയിരിക്കണം. അവർ പറയുന്ന ഒരു സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. ടൈപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റി പറഞ്ഞത്. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറയാം. ഞാൻ അതിനു മുമ്പേ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ CGL ഒരിക്കലും ചിലവർ വിചാരിക്കുന്നത് CGL എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു എക്സാം ആണെന്നാണ്. അതായത് എന്താണ്, ഭയങ്കര ഒരു ഹൈപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഏത് കാര്യം നിങ്ങൾ തുടക്കത്തിൽ ചെയ്താലും അത് പ്രയാസമുള്ളതായിരിക്കും. അതിനിപ്പം നിങ്ങൾ എത്ര എളുപ്പമുള്ള പരീക്ഷയായാലും തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സില്ലി മിസ്റ്റേക്കുകൾ വരുത്തും. കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സോഴ്സുകളുണ്ട്. ഒരുപാട് സോഴ്സുകളുണ്ട്. മലയാളത്തിൽ തന്നെ ഒരുപാട് ചാനലുകൾ. നമ്മുടെ ഈ ചാനൽ തന്നെ എടുത്താൽ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസും അറിയാൻ പറ്റും. നിങ്ങൾക്ക് കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റും. എക്സാം എന്താണെന്ന് അറിയാൻ പറ്റും. അല്ലെ സിലബസ് എന്താണെന്ന് അറിയാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ CGL എന്ന് പറയുന്നത് വലിയ ബാലികേറ മലയൊന്നും അല്ല. പക്ഷേ അതിനെന്ത് വേണം, നിങ്ങളുടെ നല്ല ഒരു ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം, നിങ്ങൾ കൊടുക്കുന്ന സമയം നിങ്ങൾ എഫക്റ്റീവായിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ പഠിച്ച സമയത്തൊക്കെ ഒരു വലിയ അവബോധമൊന്നുമില്ല. നമ്മൾക്ക് നോർത്ത് ഇന്ത്യൻ ചാനൽസിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള അവബോധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് എക്സാമൊക്കെ എഴുതി 1-2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1-1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു സംഭവമൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കിടിലം മെത്തേഡ്സ് കിട്ടുന്നുണ്ട്, ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക. അതായത് ഒരുപാട് മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. മാക്സിമം കിട്ടുന്ന റൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് റൈറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, പോവുക. അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് കാര്യം, നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ, അതായത് 60 ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതും 60 ദിവസത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിലിംസ് ക്ലിയർ ചെയ്യണം. പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്ന് മാത്രം പഠിക്കുന്നവർക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ. പ്രിലിംസ് ക്ലിയർ ചെയ്യണം. മെയിൻസിനുള്ള എന്ത് ചെയ്യണം, പ്രിപ്പറേഷനും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാര്യം പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്യാനുള്ള ടാർഗറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ നിങ്ങൾ മെയിൻസ് ലെവലിൽ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം.
അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രിലിംസ് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും മെയിൻസ് വരുന്നത്. അപ്പോൾ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമോ, ചിലവരൊക്കെ 1 വർഷത്തിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ കാണും. അവരോടൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് എന്ത് ചെയ്യണം, മിനിമം ഒരു 4-5 മാസം പ്രിപ്പയർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ തമാശ പറയുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനും ഈ മെയിൻസിൻ്റെ ലെവലിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസിൻ്റെ ആ ഒരു ക്ലിയർ ആയി പോവുകയും ചെയ്യാം, നല്ല മാർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആവാൻ പറ്റും. അല്ലാതെ പ്രിലിംസ് കഴിഞ്ഞിട്ട് ആൻസർ കീ വന്നിട്ട്, കുറച്ച് ടീം അങ്ങനെ ഉണ്ട്, പ്രിലിംസ് വന്നിട്ട് ആൻസർ കീ വന്നിട്ട് മാർക്ക് നോക്കിയിട്ട് മെയിൻസിന് പഠിക്കാൻ നോക്കും. അങ്ങനെയുള്ളവർക്ക് എന്തായാലും കിട്ടത്തില്ല. അത് ഭയങ്കര പ്രയാസമായിരിക്കും. അവർ കിട്ടിയാലും ക്ലിയർ ആയാലും ജസ്റ്റ് ബോർഡറിലായി പോകും. അപ്പം നമുക്ക് വേണ്ടുന്ന പോസ്റ്റോ, നമുക്ക് കിട്ടുന്ന ലെവൽ 7 കിട്ടേണ്ട പോസ്റ്റിൽ, ലെവൽ 7 പോസ്റ്റ് എന്താണ്, അതൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലെവൽ 4 പോസ്റ്റിലോട്ടായി പോകും. അതായത് അത്രയ്ക്ക് ചെയ്യുന്നവർക്ക്, ഇത്രയ്ക്ക് എഫേർട്ട് ഇട്ട് ചെയ്യുന്നവർക്ക്. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്? ഇപ്പോഴേ എന്ത് ചെയ്യാം, നമുക്ക് മെയിൻസിൻ്റെ ലെവലിൽ തന്നെ പഠിക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, ഒരു മൈൻഡ് സെറ്റാണ്. ഞാൻ ഈ ഒരു എക്സാം കഴിയുന്നവരെ ഞാൻ എന്ത് ചെയ്യത്തില്ല, വേറൊരു ഡിസ്ട്രാക്ഷനിലും പോകത്തില്ല. ഞാൻ വേറൊരു ഡിസ്ട്രാക്ഷനിലും പോവാതെ ഞാൻ ഇതിൽ തന്നെ റൈറ്റായിട്ട് ഞാൻ എന്ത് ചെയ്യും, നിൽക്കും. കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യും. ഞാനൊരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യും. അത് നിങ്ങൾ ബുക്കിൽ തന്നെ എഴുതി വെക്കുക, എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി. നിങ്ങൾ ഈ 60 ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത്, 60 ദിവസം അല്ല, അത് കഴിഞ്ഞിട്ടുള്ള 3 മാസത്തിന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആ ഒരു പ്ലാനും അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ മൈൻഡ് സെറ്റ് സെറ്റാക്കിയാൽ മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഈ ഒരു ആവേശമൊന്നും പിന്നെ കാണത്തില്ല. ഒരു 10-5 ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ പഴയ ലെവലിലോട്ട് പോവുക, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ചൂട് കുറയുക. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ജനറലൈസ് ചെയ്ത് പറയുമല്ല, കുറച്ച് പേരുടെ കാര്യം പറയുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഈ സ്ട്രാറ്റജി കണ്ടിട്ട് പോലും കാര്യമില്ല. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും ഈ 60 ദിവസം ഞാൻ ഇത് ഫോളോ ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക, സെറ്റാക്കുക. പിന്നെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി വെക്കുക. ഇതിന് മുമ്പേ ഈ സ്ട്രാറ്റജിക്ക് മുമ്പേ പറയുന്ന കാര്യമാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക. പോസിറ്റീവായിട്ട് ഞാൻ എന്ത് വന്നാലും എൻ്റെ മാക്സിമം ഞാൻ ചെയ്യും, എൻ്റെ 100% ഞാൻ ചെയ്യും എന്നുള്ളൊരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തത് നിങ്ങളുടെ ഹെൽത്തും ബാക്കി ഉറക്കവും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും എന്ത് ചെയ്യണം, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും എന്ത് ചെയ്യാം, മെൻ്റലായിട്ടുള്ള ഹെൽത്ത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ എക്സാം തുടങ്ങേണ്ടത്. പിന്നെ ഇനിയുള്ള കാര്യം, 3 ടൈപ്പ് ആൾക്കാർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ആൾക്കാർ. ഒന്നെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ. പിന്നെ രണ്ടാമത്തെ എന്നുള്ളത് ഒരു ആവറേജ് ലെവലിൽ പഠിച്ച് ഒരു ആവറേജ് ലെവലിൽ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയത്. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം പ്രോ വേണ്ട, കുറച്ച് വെറ്ററൻ ആയിട്ടുള്ള ആൾക്കാർ. അതായത് കംപ്ലീറ്റ് ഒരു വട്ടം സിലബസ് കംപ്ലീറ്റ് ചെയ്തു, അവർക്ക് അത്യാവശ്യം മാർക്ക് 150 ഈ കട്ട് ഓഫിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ലെവലിലുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, ക്ലാസ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്പീഡിൽ ആയാലും പ്രശ്നമില്ല. ബിഗിനേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് വന്നവരായിരിക്കും, ഡിഗ്രി കഴിഞ്ഞ് വന്നവരായിരിക്കും. അപ്പോൾ അവർ ഡിഗ്രി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു MTS അപ്ലൈ ചെയ്ത് കാണും, പിന്നെ CPO എക്സാം എഴുതി കാണും, CHSL എക്സാം എഴുതി കാണും, ഇനി ജസ്റ്റ് അടുത്ത CGL ആണ് എഴുതാൻ വരുന്നത്. അങ്ങനെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. പിന്നെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് നാൾ പഠിച്ചു തുടങ്ങി, പക്ഷേ അവരുടെ പ്രിപ്പറേഷൻ എന്തായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. പഠിച്ചു തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറേ ആൾക്കാരും, പക്ഷെ അവർ ഒരു കാര്യം പോലും കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടില്ല, സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ചു, പ്രീവിയസ് ഒക്കെ ചെയ്യുന്നുണ്ട് വെച്ചാൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 110, ബിഗിനേഴ്സ് എന്ന് പറയുന്നത് 100 കുറവ് മാർക്കായിരിക്കും. ഇപ്പം മോക്ക് ടെസ്റ്റ് ചെയ്ത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു കഴിഞ്ഞ വർഷം നടന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു 2 ടെസ്റ്റ് എഴുതി നോക്കുക. 2 ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ 300 താഴെയുള്ളവരാണ് ഞാൻ ബിഗിനർ എന്ന് പറയുന്നത്. അവരെന്ന് പറഞ്ഞാൽ 110 to 130 അല്ലെങ്കിൽ 120 ഇടയ്ക്കുള്ളവർ. പ്രോ ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു 140 നിന്നും ഹൈ ആയിട്ടുള്ളത്, 140, 150 കൂടുതൽ വാങ്ങുന്ന ടീംസിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു സ്ട്രാറ്റജിയാണ് ഉള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയാനുള്ളത്, ഒരിക്കലും ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാടൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ആവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരും. എന്തൊക്കെ ചെയ്താലും ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോ ലെവലിൽ എത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരും. പക്ഷേ അത് ചെയ്യാൻ നല്ല പ്രയാസമാണ്. അത്രയ്ക്ക് ഡെഡിക്കേഷനും അത്രയ്ക്ക് ടൈം നിങ്ങൾ ഒരു ദിവസം ഒരു 12 മണിക്കൂർ കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. മസ്റ്റായിട്ട് എല്ലാ ദിവസവും ഡെയിലി 12 മണിക്കൂർ. അതായത് ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിഗിനർ ആയിട്ടുള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോ ലെവലിൽ എത്താൻ പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. പക്ഷേ നിങ്ങൾ ഈ ഒരു 60 ദിവസം നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാമോ അത്രത്തോളം നിങ്ങളുടെ മാക്സിമം ചെയ്യുക. അപ്പോൾ മാക്സിമം ചെയ്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ CGL നിങ്ങൾ എഴുതി ഒരു ദിവസം ഒരു തവണ എഴുതി നോക്കിയാൽ മാത്രമേ എന്താവത്തുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ പാറ്റേണും എക്സാം എന്താണ് സംഭവം, കോമ്പറ്റീഷനും അവിടെ പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് വേറെയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് പഠിച്ചെഴുതുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഇപ്പോൾ കിട്ടിയില്ലാന്ന് വെച്ചോ, നിങ്ങൾക്ക് കട്ട് ഓഫിന് ജസ്റ്റ് പുറകിലായി, അല്ലെങ്കിൽ കട്ട് ഓഫ് കയറിയതേ ഉള്ളൂ വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് മെയിൻസ് പഠിക്കാൻ എന്ത് വരും, ഒരു എനർജി, ഒരു ഊർജ്ജം വരും. ഇപ്പോൾ കിട്ടിയില്ലാന്ന് വെച്ചോ, നിങ്ങൾക്ക് അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി, അതായത് CGL 2025 എന്ന് പറയുന്ന ഒരു എക്സാം പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. ഈ 60 ദിവസം നിങ്ങൾക്ക് നല്ല ബേസ് ആയി കഴിഞ്ഞു.
അപ്പോൾ CGL 2025 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോ ലെവലിലോട്ട് ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ ഈ പ്രോ ലെവലിലോട്ട് എത്തും. അല്ലാതെ നിങ്ങൾ 60 ദിവസമേ ഉള്ളൂ, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, 6 മാസം 7 മാസം 8 മാസം 1 വർഷം എടുക്കും CGL ക്ലിയർ ആവാനെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ കൊടുത്തില്ല. ഈ 12 മണിക്കൂർ വരെ നിങ്ങൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, പഠിക്കുന്നു എന്ന് വെച്ചാൽ പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എവിടെ തന്നെ നിൽക്കും? ഈ ആവറേജിൽ തന്നെ നിൽക്കും. വീണ്ടും നിങ്ങൾ ഈ ആവറേജിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ബിഗിനർ ആയിരിക്കത്തില്ല ഒരിക്കലും. നിങ്ങൾ ആവറേജ് 110-130 റേഞ്ചിൽ എത്താൻ പറ്റും. അതാണ് ഒരുപാട് പേർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്, എനിക്ക് സംഭവിച്ച് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ ബിഗിനേഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, നന്നായിട്ട് എന്ത് ചെയ്യുക? ഈ 60 ദിവസം സെറ്റ് ആക്കുക. അപ്പോൾ ഇങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ 60 ദിവസത്തെ നിങ്ങളുടെ ബേസ് സെറ്റ് ആണെങ്കിൽ, ചിലപ്പം എക്സാം കിട്ടിയില്ല പോട്ടെ, മെയിൻസ് കിട്ടിയില്ല പോട്ടെ, കുഴപ്പമില്ല. ഈ 60 ദിവസം നന്നായിട്ട് പഠിക്കുന്നവർ ഈ 180 ദിവസം എന്തായിരിക്കും? നന്നായിട്ട് പഠിക്കും. അതിൽ 1-2 ദിവസങ്ങളൊന്നും പോയാൽ കുഴപ്പമില്ല. 1-2 ദിവസങ്ങൾ നിങ്ങൾ സിനിമ കണ്ടു വേറെ പോയി, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് 180 ദിവസം എന്നെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾക്ക് ബോധം വേണം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും? ഈ വട്ടം കിട്ടിയില്ലെങ്കിലും അടുത്ത CGL എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റും. നിങ്ങൾ ഈ പ്രോ ലെവലിലോട്ട് വരും. അതാണ് എനിക്ക് ബിഗിനേഴ്സിനെ പറ്റി പറയാനുള്ളത്. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറയാം. ഇനി ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? ഇവരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഈ ഒരു ലെവലിൽ നിന്ന് കയറാൻ വേണ്ടിയാണ് പാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഇക്വിലിബ്രിയം ഇതിലായിട്ടുണ്ട്. അതായത് നിങ്ങൾ പഠിച്ച് എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കൂടുന്നില്ല, മാർക്ക് കൂടുന്നില്ല. ചിലപ്പോൾ 130 കൂടും, 140 എത്തും, അടുത്ത പ്രാവശ്യം 120 ആവും. അങ്ങനെ മാർക്ക് എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെയാണ്. അവർക്ക് എന്താണ്? ഈ പ്രോ ലെവലിലോട്ട് എത്തണം. ഇനി പ്രോ ലെവലിലുള്ളവർ എന്ത് ചെയ്യണം? പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പ്രാക്ടീസ്, ഈ മാത്സിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, ഒരു 2 ആഴ്ച നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്സ് ഫുള്ള് പോയി. എത്ര പ്രോ എന്ന് പറഞ്ഞാലും നിങ്ങൾ അത് റിക്കവർ ആയി എടുക്കാം, പിന്നെ 2 ആഴ്ച എടുക്കും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അവർ പ്രാക്ടീസും റിവിഷനുമാണ് അവർക്കായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് പറഞ്ഞത്. നല്ല പ്രാക്ടീസും നല്ല റിവിഷനും കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അവർ മാക്സിമം ഫുൾ മാർക്കിന് വേണ്ടി എന്ത് ചെയ്യുക? പഠിക്കുക. ഫുൾ മാർക്കിന് വേണ്ടിയായിരിക്കണം ഇങ്ങനെയുള്ളവർ പഠിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇന്ന് മെയിനായിട്ടും ഈ 3 കാറ്റഗറിയുള്ള ആൾക്കാർ ഇവരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോ സബ്ജക്റ്റിനും എന്ത് ചെയ്യാം നമുക്ക് പറയാം. അല്ലാതെ ഞാൻ സ്ലൈഡ് ഒന്നും ആക്കിയിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ മാത്സിൻ്റെ കാര്യം തന്നെ പറയാം. അപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുന്നത് ഞാൻ മാത്സ് എടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, മാത്സിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ഓക്കെ, അപ്പം മാത്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുടെ വരാം. ബിഗിനറായിട്ടുള്ള ആളുടെ വരാം. അപ്പോൾ ഇവർക്ക് എന്ത് വേണം? ഒരു കോഴ്സിൻ്റെ ആവശ്യമുണ്ട്. മാത്സിന് ഒരു കോഴ്സിൻ്റെ ആവശ്യമുണ്ട്. കാര്യം ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഈ 2 മാസം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ബുക്ക് നോക്കി ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പിനാക്കളുടെ ബുക്ക് നോക്കി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് ആക്കിയാലും നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 25-ൽ നിങ്ങളൊരു 10-12 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ കാണുന്ന വേറെയാണ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് മാത്രമല്ല, യൂട്യൂബിലെ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾക്ക് ഒരു പെയ്ഡ് ക്ലാസ് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ CGL കണ്ണുടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദിശ അക്കാഡമിയുടെ CGL കോഴ്സ് എടുക്കാം. അപ്പോൾ ഇതിൽ മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ CGL കോഴ്സിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഫൗണ്ടേഷൻ ബാച്ച് കിട്ടുന്നുണ്ട്. അല്ലാത്തവർക്ക്, കോഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നിങ്ങൾ സെറ്റ് ആവുക എന്നുള്ള രീതിയിൽ. അത് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് എടുക്കാം, യൂട്യൂബിൽ എടുക്കാം. എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ആവുക, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്, പിന്നെ CGL ലെവലിലുള്ള ക്ലാസ് ഉണ്ട്, പിന്നെ പ്രോ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻസ് ലെവലിൽ പഠിക്കണം. മെയിൻസ് ലെവലിൽ പഠിക്കാനുള്ള ഐറ്റംസ് എവിടെ ഉണ്ട്? ഈ പ്രോ ലെവലിലുണ്ട്. ഈ 2 സാധനത്തിലും ആ മെയിൻസ് ലെവലിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ബാച്ചും CGL-ഉം പ്രോ ലെവലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന് ഫുൾ മാർക്ക്, അതായത് പ്രിലിംസിന് 50-50 കണ്ടാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? പറയുന്ന കാര്യങ്ങൾ അതുപോലെ സെറ്റ് ആക്കണം. അപ്പോൾ സെറ്റാക്കാൻ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സെറ്റാക്കാൻ നിങ്ങളുടെ ടൈം, ഞാൻ പറഞ്ഞില്ലേ, 12 മണിക്കൂർ കൂടുതൽ ഒരു ദിവസം പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ച് സെറ്റായി വീണ്ടും റിവൈസ് ചെയ്ത് ഇതെല്ലാം സെറ്റായുണ്ടല്ലോ. ഈ കണ്ടന്റ് നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ ഏത് ചോദിച്ചാലും സെറ്റാക്കും എന്നുള്ള രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസിനും മെയിൻസിനും നമ്മുടെ 90-ൽ 90 വാങ്ങാനുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒരേ ക്ലാസ്സിൽ നിന്ന് തന്നെ 90 വാങ്ങുന്നവരും ഉണ്ടാവും, 90-ൽ 10 വാങ്ങുന്നവരുണ്ടാവും. അല്ലെങ്കിൽ 10 ഒരിക്കലും വാങ്ങില്ല, ഈ ക്ലാസ് കണ്ടാൽ ഒരിക്കലും അങ്ങനെ ആവില്ല. ഏകദേശം ഒരു 50 വാങ്ങുന്നവരുണ്ടാവും. പക്ഷേ ആ ഡിഫറൻസ്, അല്ലെങ്കിൽ 70 വാങ്ങുന്നവരുണ്ടാവും. ആ ഡിഫറൻസ് തന്നെ ജോലിയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ ബിഗിനറായിട്ടുള്ളവർ മാത്സിൻ്റെ കാര്യം പറഞ്ഞാണ്, അവർക്ക് എന്തായാലും കോഴ്സിൻ്റെ അത്യാവശ്യമാണ്. ഇനി പെയ്ഡ് കോഴ്സ് എടുക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല, പൈസ ഇല്ല എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? യൂട്യൂബ് എടുക്കുക. ഞാൻ ഇത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. യൂട്യൂബ് എടുക്കുക, നമ്മുടെ ദിശ അക്കാഡമി എടുക്കുക. ഞാൻ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. ദിശ അക്കാഡമി എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കാണേണ്ട പ്ലേലിസ്റ്റുകൾ പറയാം. യൂട്യൂബ് എടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, SSC GD ഒന്നും അറിയാത്തവരാണ് ബിഗിനറായിട്ടുള്ള SSC GD 2022 പ്ലേലിസ്റ്റ് എടുക്കുക. അതിലെ 17 മാത്സ് ക്ലാസ് ഉണ്ട്. അത് വേറെ ഒന്നും നോക്കണ്ട, വേറെ എവിടെയും നോക്കണ്ട, വേറെ ഒരു സ്ഥലവും നോക്കണ്ട. 17 മാത്സ് ക്ലാസ് എന്ത് ചെയ്യുക?
17 മാത്സ് ക്ലാസ് കണ്ടു തീർക്കാം. 17 മാത്സ് ക്ലാസ് കണ്ടു തീർക്കുക, നോട്ട് എഴുതാം. എന്നിട്ട് അടുത്ത CGL 2023 പ്ലേലിസ്റ്റ് എടുക്കുക. അതിലെ ക്ലാസ്സുകൾ മൊത്തം കണ്ടു തീർക്കുക. അടുത്ത CGL 2024 പ്ലേലിസ്റ്റ് എടുക്കുക. അതിലെ ക്ലാസ്സുകൾ മൊത്തം തീർക്കുക. പിന്നെ കാണുന്ന എൻ്റെ മാത്സ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യുക, കണ്ടു തീർക്കുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും. അത് കണ്ടു തീർക്കുക. ഇത് എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കുക. ഓരോ സ്ഥലത്ത് നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും. പക്ഷേ അഡ്വാൻസ് മാത്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് ഹിന്ദി ചാനൽ കാണേണ്ടി വരും, അല്ലെങ്കിൽ വേറെ സെർച്ച് ചെയ്ത് കാണേണ്ടി വരും. കാര്യം ഫുൾ സാധനങ്ങൾ ഇതിനകത്തില്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ആ ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോ ഉണ്ട്, ബുക്കിൽ നിന്നും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ ബുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇതിലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. പിനാക്കളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആയിട്ട് ചെയ്താൽ മതി. പഠിക്കാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഫ്രീ ആണ്. ഇത് കാണുക, പിന്നെ ക്ലാസ്സുകളുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് ടൈം കൂടുതൽ കിട്ടും. ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ പ്രശ്നമില്ല. അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അല്ലാതെ പഠിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റും. ഈ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ഇങ്ങനെ യൂട്യൂബ് മാത്രം പഠിക്കുന്നവരാണെങ്കിൽ ബുക്ക് മസ്റ്റായിട്ടും പിനാക്കിളിൻ്റെ പ്രീവിയസ് ഇയർ ബുക്ക് മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ പിനാക്കിൾ PYQ ക്വസ്റ്റ്യൻ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. മസ്റ്റാണ്. അവരെന്ത് ചെയ്യണം, ഡെയിലി മാത്സിൻ്റെ എക്സസൈസും ചെയ്യണം. ഡെയിലി മാത്സിൻ്റെ മാത്സ് എക്സസൈസ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് നോക്കിയാൽ മതി. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി എഴുതാനുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഫുള്ളുണ്ട്. ഓക്കെ, ഡെയിലി മാത്സ് എക്സസൈസ്. ഓക്കെ, അത് ഫുള്ള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് എന്ത് ചെയ്യണം, എന്തായാലും എഴുതണം. ബിഗിനർ ആയാലും പ്രോ ആയാലും ഏത് ലെവലിലുള്ളവരായാലും. അപ്പോൾ ഡെയിലി മാത്സ് എക്സസൈസ് ചെയ്യുക. ബാക്കി പിനാക്കിളിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്നത് മാറാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സുകൾ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു എന്ത് ചെയ്യാൻ പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെൽഫായിട്ട് അത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബിഗിനർ ആയിട്ടുള്ളവർ ഇങ്ങനെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ അവരെഴുതേണ്ട മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ CGL 2024 ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം പറയുന്നത്, CGL 2024 മോക്ക് ടെസ്റ്റ് എടുക്കുക. അതിൽ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ട്. പ്രോ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. അതെന്തായാലും മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ, മസ്റ്റായിട്ട് എടുക്കണം, എല്ലാവരും എടുക്കേണ്ടതാണ്. അപ്പോൾ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ചെയ്യുക, അത് എങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ മാത്സിൻ്റെ ചാപ്റ്റർ പഠിച്ചു, GDയിൽ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ പിനാക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു, അത് കണ്ടിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് എടുക്കുക, അതിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, മാക്സിമം ഫെമിലറൈസ് ചെയ്യുക, ക്വസ്റ്റ്യനുമായിട്ട് എന്ത് ചെയ്യുക, ഫെമിലാരിറ്റി വരുത്തുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പതുക്കെ CGL-ആയിട്ട് എന്ത് ചെയ്യും, അങ്ങ് സെറ്റായി വരും. അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ ആദ്യം ഒരു പാടായിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്ത് വരിക. ചാപ്റ്റർ വൈസ് ടെസ്റ്റ്, പിന്നെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, പിന്നെ ആയിരിക്കണം സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. പിന്നെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ആദ്യമേ നിങ്ങൾ മോക്കൊന്നും ചെയ്യേണ്ട. ആദ്യമേ നിങ്ങൾ മോക്ക് ചെയ്താൽ ഒരു കാര്യമില്ല. 100 മാർക്ക് അകത്ത് നിൽക്കുന്നവരും ആദ്യമേ ഒരുപാട് മോക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് സെറ്റായിട്ട് നിങ്ങൾ മോക്ക് ചെയ്യാവും. 100ൻ്റെ അകത്ത് നിൽക്കുന്നവർ ഒരിക്കലും ആദ്യമേ കയറി മോക്കുകൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എങ്ങനത്തുള്ള മോക്കാണ് ചെയ്യേണ്ടത്, ആദ്യമേ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ഏകദേശം 1 മന്തോളം അങ്ങനെ ചെയ്താൽ മതി. 1 മന്തോളം ഇതൊക്കെ പഠിച്ച് തീർക്കുക, സിലബസ് കംപ്ലീറ്റ് ആക്കുക. കുറേ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അതായത് ഒരു ദിവസം 100 ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ളവർക്ക് വേറെ വഴിയില്ല. നമുക്ക് ഇത് തീർത്തേ പറ്റൂ, ഒരു ബുക്ക് തീർത്തേ പറ്റൂ, പിനാക്കിളിൻ്റെ പ്രീവിയസ് ഇയർ ബുക്ക് തീർത്തേ പറ്റൂ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സുകൾ കണ്ടു തീർത്തേ പറ്റൂ. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, നിങ്ങളുടെ സമയത്ത് എല്ലാ കണ്ടന്റും ഓൾറെഡി ഇതും റെക്കോർഡറായി പ്രോ ലെവലാണ് ലൈവിൽ പോകുന്നത്. ഈ റെക്കോർഡിൽ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ കണ്ടു തീർക്കാൻ പറ്റുമോ അത്ര സ്പീഡ് കണ്ടു തീർക്കാം. നിങ്ങളുടെ ഒരുപാട് ടൈം എന്ത് ചെയ്യും, കാര്യം തിരിച്ച് കിട്ടുന്ന റിട്ടേൺ റേഷ്യോ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ വൈസും കംപ്ലീറ്റ് ആക്കി, സെക്ഷണൽ ടെസ്റ്റും കംപ്ലീറ്റ് ആക്കി, പിന്നെ എന്ത് ചെയ്യാം, ലാസ്റ്റ് മന്ത് അതായത് സെപ്റ്റംബർ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയാൽ മതി മോക്ക് ടെസ്റ്റ്. ബിഗിനർ ആയിട്ടുള്ളവരാണ് പറഞ്ഞത്, സെപ്റ്റംബർ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയാൽ മതി. സെപ്റ്റംബർ സ്റ്റാർട്ടിങ്ങിൽ മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കുക. മാർക്ക് കുറവായിരിക്കും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് എവിടെയാണ് തെറ്റിയത്, എന്താണ് എനിക്ക് ടൈം എടുത്തത്, അതെല്ലാം എന്ത് ചെയ്യുക. അപ്പോൾ അനാലിസിസിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിഗിനർ ആയിട്ടുള്ളവർ മാത്സിൽ ചെയ്യേണ്ടത്. ഇനി ഒരു ആവറേജ് ലെവലിലുള്ളവർ എന്താ ചെയ്യേണ്ടത്, ആവറേജ് ലെവലിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ കാര്യം CGL കോഴ്സ് എടുക്കാവുന്നതാണ്. അതിനകത്ത് ഫുൾ സ്ഥാനങ്ങളുണ്ട്, അത് മസ്റ്റാണ്. അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഓക്കെ, അതിൽ വേറെ ചോദ്യമൊന്നുമില്ല. അതെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ഫുൾ മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റി, ഇപ്പം നിങ്ങൾക്ക് 25-ൽ 10 ക്വസ്റ്റിനെ ശരിയാവുന്നുള്ളൂ, 25-ൽ 15 ക്വസ്റ്റിനെ ശരിയാവുന്നുള്ളൂ, ബാക്കി 10 ക്വസ്റ്റിന് ശരിയാക്കാനുള്ള കാര്യങ്ങൾ എവിടെ ഉണ്ട്, ഈ കോഴ്സിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ തന്നെ CGL ലെവലിൽ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണുക, എല്ലാ ക്ലാസ്സിലും കാണുക, ക്ലാസ്സുകളെല്ലാം കാണുക. അങ്ങനെ ക്ലാസ്സിൽ കണ്ട് എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് പ്രശ്നമുള്ളത്, ഇപ്പം മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യണം, ഡെയിലി എഴുതണം. ആവറേജ് ലെവലിലുള്ളവരുണ്ടല്ലോ 110 ആ ഒരു റേഞ്ച്, 110 ടു അല്ലെങ്കിൽ 105, ആ 100 കൂടുതൽ
110 to 130 ആ ഒരു റേഞ്ചിലുള്ളവർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യണം ഡെയിലി മോക്ക് എഴുതോ, ഡെയിലി എടുത്തോ മോക്ക്. ഡെയിലി മോക്കും സെക്ഷണൽ മോക്കും എഴുതോ. സെക്ഷണൽ മോക്ക് എന്തായാലും ചെയ്യണം. എന്നിട്ട് ഈ മോക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്കാണ് അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അനാലിസിസ് നടത്തണം. അനാലിസിസ് നടത്തിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ വീക്കായിട്ടുള്ള, നിങ്ങൾക്ക് എവിടേക്കാണ് മാർക്ക് പോകുന്നത്, എവിടേക്കാണ് കൂടുതൽ ടൈം എടുക്കുന്നത്, ആ ഏരിയാസ് കണ്ടുപിടിക്കണം. സിമ്പിളാണ്, കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, അത് പഠിക്കണം. അപ്പോൾ അതിനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാം. ഏതെങ്കിലും എടുത്താൽ മതി, നിങ്ങൾ അത് പഠിച്ച് തീർക്കാം. ഈ മെത്തഡിലാണ് ചെയ്യേണ്ടത്. ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ പറഞ്ഞു വേണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് ചെയ്യുക, സെക്ഷണൽ മോക്കുകൾ ചെയ്യുക. പ്രീവിയസ് വന്നിട്ടുള്ള അത് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി പ്രോ ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്, പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെയിലി 1-2 മോക്ക് ടെസ്റ്റ് എടുക്കുക. അവർക്ക് 2-3 രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഞാൻ അവസാനമൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എക്സാം എടുക്കുന്ന സമയത്ത്, ജോലി കിട്ടുന്ന ആ സമയത്ത്. ഓക്കെ, 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ഒരു അല്ലാത്ത മോക്കും ചെയ്യാം. ഇവരെല്ലാവരും ഈ ലൈവ് മോക്ക് എഴുതണം കേട്ടോ. ഒലീവ് ബോർഡിൻ്റെ ലൈവ് മോക്ക്. ബിഗിനേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല. ഒലീവ് ബോർഡിൻ്റെ ലൈവ് മോക്ക് അത് നിങ്ങൾക്ക് ചെയ്യാം. ഓൾ ഇന്ത്യ ആണ്. ബിഗിനേഴ്സും എഴുതിക്കോ, കുഴപ്പമില്ല. ഓൾ ഇന്ത്യ ലെവൽ കിട്ടും. ഒലീവ് ബോർഡ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അതിനകത്തുള്ള ജസ്റ്റ് ഗൂഗിൾ കയറി സെർച്ച് ചെയ്താൽ ലൈവ് മോക്ക് ഉണ്ട് എല്ലാ സൺഡേസ്. 1 മോക്ക് ടെസ്റ്റ് അല്ലാതെ എഴുതാം. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ എഴുതാം. പിന്നെ സെക്ഷണൽ ടെസ്റ്റുകൾ മാക്സിമം എഴുതാം. അപ്പോൾ അവരെന്ത് ചെയ്യും, പിന്നെ അവർ അനാലിസിസ്, കാര്യം അവരുടെ സിലബസ് കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു വട്ടമെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്ത് കാണണം. എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഞാൻ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്ത് മാർക്ക് ഇമ്പ്രൂവ് ആക്കുക. ഓക്കെ, യൂട്യൂബിലുള്ള ക്ലാസ്സുകളെല്ലാം കാണുക. കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോ ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെയിൻസിൻ്റെ പ്രിപ്പറേഷനൂടെ അതിനകത്ത് സെറ്റ് ആവും. ഓക്കെ, പ്രാക്ടീസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെമോ ഒക്കെ കണ്ട് സെറ്റാക്കുന്നതാണ്. ആപ്ലിക്കേഷനിൽ നിന്ന് ഡെമോ കൊണ്ട് സെറ്റാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ഫുൾ മാർക്കും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. അപ്പം ഫുൾ മാർക്കിൽ നിന്നും ബാക്കി കുറയുന്നത് നിങ്ങളുടെ ടൈം കുറയുന്നതനുസരിച്ചാണ്. അപ്പോൾ കണ്ടന്റുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇംഗ്ലീഷ്, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിന് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, ഇംഗ്ലീഷിന് നിങ്ങളുടെ കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്രിഹെൻഷൻ തെറ്റാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രിലിംസിൻ്റെ 25 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നിഷ്പ്രയാസം എഴുതാൻ പറ്റും വളരെ എളുപ്പത്തിൽ. ഇത് മെയിൻസിന് വരുമ്പോൾ ഈ കോംപ്രിഹെൻഷൻ വളരെ അധികം എന്ത് ചെയ്യും, നിങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. ഈ കോംപ്രിഹെൻഷൻ വെച്ചിട്ടായിരിക്കും ഈ 45 ക്വസ്റ്റ്യനിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കോംപ്രിഹെൻഷൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റീഡിംഗ് സ്കില്ലാണ്. റീഡിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാം. ന്യൂസ് പേപ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രീവിയസ് സ്ട്രാറ്റജി വീഡിയോ കണ്ടാൽ മതി. ന്യൂസ് പേപ്പർ എന്ത് ചെയ്യാം, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് വായിക്കണം. ബിഗിനർ ആയിക്കോട്ടെ, എങ്ങനെയുള്ളവരായിക്കോട്ടെ, ന്യൂസ് പേപ്പർ വായിക്കണം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥാബുക്കുകൾ, സ്റ്റോറി ബുക്കുകൾ വായിക്കാം. ഓക്കെ, അതൊക്കെ ആയിരിക്കും നല്ലത്. സ്റ്റോറി ബുക്സ് ഏതെങ്കിലും വായിക്കുക. ഓൺലൈനായിട്ടുള്ള ഏതെങ്കിലും ബുക്ക് വായിക്കുക. 20 മിനിറ്റ് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഈ വൊക്കാബിലിറ്റിക്ക് ഇപ്പോൾ ബിഗിനായിട്ടുള്ളവർക്കൊന്നും ഒരിക്കലും വൊക്കാബിലിറ്റി ആദ്യം തൊട്ട് പഠിച്ചു വെക്കാൻ പറ്റില്ല. അവർ ബിഗിനായിട്ടുള്ള എന്ത് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് ബുക്കിൻ്റെ മോക്ക് എടുത്തിട്ട് സെക്ഷനിൽ ചെയ്യുക. പിന്നെ സെക്ഷണൽ മോക്കുകളും ചാപ്റ്റർ വൈസും ചെയ്യുക വൊക്കാബിലിറ്റിക്ക്. പിന്നെ നമ്മുടെ ബൈജൂസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ബൈജൂസ്. അതിനകത്ത് പ്രാക്ടീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് ബൈജൂസിൽ. ആ പ്രാക്ടീസ് എടുത്തിട്ട് ഒരുപാട് വൊക്കാബിലിറ്റി, സിനോണിയോ ആന്റോണിയോ ഒക്കെ ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബുക്ക് ഓഫ് വൊക്കാബിലിറ്റി എന്ന് പറഞ്ഞ ബുക്കുണ്ട്, അതെടുത്തിട്ട് ഒരു ദിവസം പഠിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് 2 മാസം കൊണ്ടൊന്നും ഒരിക്കലും ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ബിഗിനേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു, അതെന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. ഇനി ബിഗിനേഴ്സിന് പിന്നെ അതുള്ള ഗ്രാമർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഒന്നുകിൽ ക്ലാസ് എടുക്കുക. ഈ സീജൻ്റെ ക്ലാസ് എടുത്താൽ അതെല്ലാം ക്ലാസ് ഉണ്ട്, നിങ്ങൾ പ്രാക്ടീസ് മാത്രം മതി. സീജൻ്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിലും ഉണ്ട്. അപ്പോൾ അതെടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ നിന്നും നിങ്ങൾ ആ ഒരു ഗ്രാമറിൻ്റെ ടോപ്പിക്ക്, നീതു സിംഗിൻ്റെ വോളിയം 1 എന്ന് പറയുന്ന ബുക്ക് വാങ്ങുക. അതിൽ യൂട്യൂബിൽ നിന്നും ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ വോളിയം 1 കംപ്ലീറ്റ് ചെയ്യുക. ഗ്രാമറിന് അങ്ങനെ ചെയ്യാം. അങ്ങനെ വീണ്ടും വായിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ സെക്ഷണലായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക. സെക്ഷണൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. വായിച്ചുകൊണ്ടെങ്കിൽ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ വായിക്കാൻ പറ്റുന്നത് വായിച്ച് മാക്സിമം സ്പീഡിൽ എന്ത് ചെയ്യുക, വിടുക. ഒട്ടും പറ്റാത്തൊരു ക്ലാസ്സുകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ വൊക്കാബിലിറ്റി. ഇനി ആവറേജ് ലെവലിൽ നിൽക്കുന്നവർ എന്താ ചെയ്യേണ്ടത്, ഈ കോംപ്രിഹെൻഷനൊക്കെ അവർ എന്തായാലും ചെയ്യണം. ഇതെല്ലാവരും ചെയ്യണം. ഇത് പ്രോ ആയിട്ട് നിൽക്കുന്നവർ ചെയ്യണം. ഗ്രാമറിന് എന്ത് ചെയ്യുക, അവർ വായിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. വൊക്കാബിലിറ്റി കുറച്ചുകൂടെ കൂടുതൽ പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യണം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിനാക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒരു ദിവസം ഇത്ര വെച്ച് ചെയ്യണം. അതൊക്കെ CGL 2023 പ്ലേലിസ്റ്റിൽ ഒരു സ്ട്രാറ്റജി കിടപ്പുണ്ട്. അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അത് ടൈം ഉണ്ടെങ്കിൽ അത്രയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബുക്കിലൊക്കെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഇത്ര സമയം വെച്ച് കൊടുക്കുക. അപ്പോൾ പ്രോ ആയിട്ടുള്ളവർ മാക്സിമം മോക്ക് ടെസ്റ്റിലൂടെ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് നടത്താം. ഓക്കെ, എന്നിട്ട് പ്രാക്ടീസ് കൂടുതൽ ചെയ്യാം. ഇംഗ്ലീഷ് അതേ ഉള്ളൂ. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഒരിക്കലും തെറ്റി പഠിക്കണം. ഓക്കെ, നെഗറ്റീവ് വരുത്തണം, പക്ഷേ എക്സാമിന് പോയിട്ട് എന്ത് ചെയ്യരുത്, ആ തെറ്റുകൾ വരുത്തരുത്. പിന്നെ റീസണിങ് സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ന്യൂ ടോപ്പിക്ക് വന്നിട്ടുണ്ട്. ഏതാണ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പിന്നെ കുറച്ച് അസേർഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ജസ്റ്റ് ഇപ്പോൾ നടന്ന CHSL എക്സാം ഉണ്ടല്ലോ, CHSL 2027 എക്സാം ഉണ്ട്. അതിനകത്ത് വന്നിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ ഏതാണെന്നോ കിട്ടാതെ ആ ടോപ്പിക്ക് എന്ത് ചെയ്യുക, യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ഒരു
വീഡിയോ എടുക്കുക, അതങ്ങ് കാണുക, പഠിക്കുക, ബുക്കിൽ എന്ത് ചെയ്യാൻ, ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതുപോലെ ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യുക. അത്രേ ഉള്ളൂ. റീസണിങ് അതങ്ങ് ശരിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഇനി ബിഗിനർ ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, പ്രോ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുക, ഷിഫ്റ്റ് വൈസ് സൊല്യൂഷൻ ചെയ്യുക. ഷിഫ്റ്റ് വൈസ് നമ്മുടെ കോമൺ സെൻസ് ആണ് നോക്കുന്നത്. ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം. കൂടുതൽ ചെയ്യാൻ പറ്റും. പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ബിഗിനർ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ 2 ഷിഫ്റ്റ് 1 ഷിഫ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. റീസണിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിഗിനർ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക, ഷിഫ്റ്റ് വൈസ് തന്നെ ചെയ്യുക. അപ്പോൾ റീസണിങ്ങിന് മാക്സിമം ടൈം കുറച്ച് മാക്സിമം ചെയ്യുക. ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പീഡ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നമ്മുടെ GK ആണ്. അപ്പോൾ GKക്ക് ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. GKയുടെ സ്ട്രാറ്റജിയൊക്കെ നമ്മുടെ ചാനലല്ലാതെ ഉണ്ട്. നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി കണ്ട് അതേപോലെ ഫോളോ ചെയ്യാം. GKയുടെ ഒറ്റ കാര്യം ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എളുപ്പമാവുന്ന ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് തെറ്റരുത്. ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ഇപ്പം 25 ക്വസ്റ്റിനിൽ 10 ക്വസ്റ്റ്യൻ എല്ലാവർക്കും എളുപ്പമായിട്ടുള്ളതാണെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ വിടരുത്. അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ഓഫിൽ നിന്നും ഒരുപാട് ബാക്കിലോട്ടാവും. നമുക്ക് ബാക്കി സബ്ജക്റ്റ് കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ GKയിൽ എളുപ്പമുള്ള സാധനങ്ങൾ എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ അത് പ്രയാസമാവും. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾ ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി ഇങ്ങനെയുള്ള ഈ ഓർഡറിൽ പോകണം. ഹിസ്റ്ററി ആദ്യം പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കണം. ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് GK, സ്റ്റാറ്റിക് കറണ്ട് അഫയേഴ്സ് അത് നമ്മളുടെ ചാനലിൽ തന്നെ കണ്ട് ഫോളോ ചെയ്താൽ മതി. അതിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്താൽ മതി. സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ, സ്ട്രാറ്റജി അതൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അത് അതേപോലെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷണൽ ടെസ്റ്റുകളും നിങ്ങൾ എഴുതുന്ന മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പണ്ട് ഞാൻ അഡാ 247 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനകത്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ ബൈജൂസ് എന്ന് പറയുന്നതിനകത്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, ഓർത്ത് വെക്കുക. ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അതേ ഉള്ളൂ. ഡീപ്പായിട്ട് ഇപ്പോൾ പഠിക്കാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ പിന്നെ ലൂസൻ്റ് ഒന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. ആവറേജ് ആയിട്ട് ഉള്ളവർക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു വട്ടം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, CGL 24 വേണ്ടി അതൊന്ന് റിവൈസ് ചെയ്യാം. പ്രോ ആയിട്ടുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഒരിക്കലും പുതുതായിട്ട് വരുന്നവർ തിയറി ബുക്ക് വായിച്ചിരിക്കരുത്. ബിഗിനർ ആയിട്ടുള്ളവർ ഒരിക്കലും GKക്ക് തിയറി ബുക്ക് വായിച്ചിരിക്കരുത്. ക്വസ്റ്റ്യൻസ് ചെയ്യുക, എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മൂവ് ചെയ്യുക. ഓക്കെ, ബാക്കി സ്ട്രാറ്റജിയൊക്കെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോൾ GK കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട്, സമയം എടുക്കേണ്ട കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം വർക്ക് ചെയ്യുക. ഒരിക്കൽ ആ ക്വസ്റ്റ്യൻ്റെ എക്സാമിൻ്റെ പാറ്റേണുമായിട്ട് നിങ്ങൾ സെറ്റ് ആവണം. അതിനാണ് കുറേ സെക്ഷണൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ വീഡിയോയിൽ ചോദിക്കാം. മോക്ക് ടെസ്റ്റിന് ഇത് വലിയ വീഡിയോ ആയിപ്പോയി. മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്കി നമ്മുടെ ക്ലാസ്സുകൾ CGL 2024 ഞാൻ മാത്സിൻ്റെ കാര്യം പറയാം. മാത്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നേരത്തെ തന്നെ ഏകദേശം ഒരു 20 ക്ലാസ്സുകളും ഓൾറെഡി ചെയ്തു. ഇപ്പോൾ അടുത്ത റാങ്ക് മേക്കിംഗ് സീരീസ് ചെയ്തു. ഇപ്പോൾ അടുത്ത അച്ചീവേഴ്സ് സീരീസ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണുക, എല്ലാം എടുത്ത് കാണുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ മലയാളത്തിലും ഇപ്പോൾ എല്ലാം കിട്ടുന്ന ചാനൽസ് ആണുള്ളത്. എല്ലാം കിട്ടുന്നത് ഈ ചാനലിൽ നിങ്ങൾക്ക് എല്ലാം, വേറെ എവിടെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പെയ്ഡ് ആയാലും നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിലായാലും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നന്നായിട്ട് പഠിച്ച് അത് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബിഗിനർ ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, പ്രോ ലെവൽ ആയിക്കോട്ടെ, ആരും പഠിക്കാതിരിക്കരുത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വർക്ക് ചെയ്യാതിരിക്കരുത്. നമ്മൾ ഒറ്റ കാര്യം ഓർത്തോളുക, നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, പഠിക്കാനുള്ളൊരു എനർജി വന്നിരിക്കണം, മോട്ടിവേഷൻ വന്നിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എന്നിട്ട് അത് കിട്ടിയിട്ട് നമ്മളുടെ ചാനലിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ഗുണം ഉണ്ടായി എന്ന് അറിയുമ്പോൾ അതാണ് ഏറ്റവും വലിയ റിട്ടേൺ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാത്തിരിക്കും. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. യെസ്.